Dear students, we can do some more problems. Okay, now fifth problem. അഞ്ചാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യണേ. A spherical rubber bladder of radius 3 inches has air pumped into it. If the radius increases at a uniform rate of 1 inch per minute, find the rate at which the volume is increasing at the end of 3 minutes. ഇവിടെ എങ്ങനെയാ പറഞ്ഞത്? സ്ഫെറിക്കൽ റബ്ബർ ബ്ലാഡർ ആണ്, റേഡിയസ് 3 inches, ഹാസ് എയർ പമ്പ്ഡ് ഇൻ ടു ഇറ്റ്. സ്ഫെറിക്കൽ ആയതുകൊണ്ട് നമുക്കറിയാം അതിന്റെ എയർ പമ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് വീർക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വോളിയം ആണ് വരുന്നത്. പിന്നെ ഇഫ് ദ റേഡിയസ് ഇൻക്രീസസ് ദ യൂണിഫോം റേറ്റ് ഓഫ് 1 inch per second, അങ്ങനെയാണെങ്കിൽ ദ റേറ്റ് അറ്റ് വിച്ച് ദ വോളിയം ഈസ് ഇൻക്രീസിങ് അറ്റ് ദ എൻഡ് ഓഫ് 3 minutes. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ വി എഴുതുക, 4/3 πr³ അല്ലെ. അപ്പം dv/dt ചെയ്യുക, റേറ്റ് ആയതുകൊണ്ട് 4/3 π × 3r² dr/dt എന്ന് വരും. ഇനി എന്താണ് തന്നിട്ടുള്ളത് നമുക്ക്? dr/dt, the radius increases at the uniform rate ആണ്. റേഡിയസ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് തന്നിട്ടുള്ളത്. അതായത് dv/dt ഈക്വൽ ടു 4/3 π × dr/dt 1 × 3r² എന്ന് വരും അല്ലേ. 4/3 π × 3r² എന്ന് വരും. ഇനി r തന്നിട്ടുണ്ടോ? റേഡിയസ് സ്ഫെറിക്കൽ ബ്ലാഡർ ഓഫ് റേഡിയസ് 3 inches ഹാസ് എയർ പമ്പ്ഡ് ഇൻ ടു ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 inches എന്ന് തന്നിട്ടുണ്ട് റേഡിയസ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അല്ല, നമുക്ക് ഇങ്ങനെ എഴുതാം, dv/dt = 4/3 π × 3r² dr/dt. അപ്പൊ നമുക്ക് ഈ 3യും ഇതും ക്യാൻസൽ ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം കേട്ടോ. 4πr² × dr/dt ഇത്രയും വന്നു. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് എഴുതി. അതിന് ശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാം. പിന്നെ dr/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dv/dt ഈക്വൽ ടു 4πr² × 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4πr² inch³ എന്ന് വരും. inch³/minute. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വോളിയം ഈസ് ഇൻക്രീസിങ് അറ്റ് ദ എൻഡ് ഓഫ് 3 minutes എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ radius of the bladder after 3 minutes. എന്താണ് റേഡിയസ് ഓഫ് ദ ബ്ലാഡർ ആഫ്റ്റർ 3 minutes? റേഡിയസ് 3 ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷെ അല്ലെ, സ്ഫെറിക്കൽ റബ്ബർ ബ്ലാഡർ ഓഫ് റേഡിയസ് 3 inches ഹാസ് എയർ പമ്പ്ഡ് ഇൻ ടു ഇറ്റ്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വോളിയം ഈസ് ഇൻക്രീസിങ് അറ്റ് ദ എൻഡ് ഓഫ് 3 minutes ആൻഡ് റേഡിയസ് ഇൻക്രീസസ് അറ്റ് ദ യൂണിഫോം റേറ്റ് ഓഫ് 1 inches per minute എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ വരിക? 3 + 3 × 1 എന്നല്ലേ വരിക ഇവിടെ.
After 3 minutes, radius increases at the rate of 3 plus 3 into 1 എന്ന് വരും. അതായത് 6 inches എന്ന് വരും. ഓക്കെ, അപ്പം therefore after 3 minutes dv by dt equal to 4 pi r square equal to 4 pi into 6 square എന്ന് വരും. That is 144 inch cube by minute. Inch cube by minute. Therefore എന്ത് പറയാം? Therefore volume of the balloon is increasing at the rate of 144 pi cubic inches per minute at the end of 3 minutes എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് പ്രോബ്ലം, 6th പ്രോബ്ലം പറയുന്നതെന്ന് വെച്ചാൽ എ ബലൂൺ ഈസ് spherical in shape, gas is escaping from it at the rate of 10 cc per second. How fast is the surface area shrinking when the radius is 15 centimeter? സർഫസ് ഏരിയ ഷ്രിങ്ക് ചെയ്യുന്ന റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കുക. എ ബലൂൺ ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്, ഗ്യാസ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10 cc per second എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ വോളിയം നമുക്കറിയാം എന്താണ്, ബലൂണിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 pi r cube ആണ്, നമുക്കറിയാം സ്ഫിയർ ആയതുകൊണ്ട്. ഗ്യാസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10 cc per second ആവുമ്പോൾ നമുക്ക് dv by dt കണ്ടുപിടിക്കണം. 4/3 pi into 3r square dr by dt ആണ്. അപ്പൊ അതായത് ഈ 4 pi r square dr by dt നമുക്കറിയാം. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഹൗ ഫാസ്റ്റ് ഈസ് ദി സർഫസ് ഏരിയ ഷ്രിങ്കിങ് when the radius is 15 centimeter. ഇനി പിന്നെ എന്താണ്, ഗ്യാസ് ഈസ് എസ്കേപ്പിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 10 cc per second ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, പിന്നെ dv അല്ലെ, നോക്കൂ, ഗ്യാസ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10 cc per second. വോളിയം കുറയാണ്, ഗ്യാസ് പോയി കഴിഞ്ഞാൽ വോളിയം കുറയും. അപ്പൊ നമുക്ക് എന്തെഴുതാം, dv by dt ആണ് തന്നിട്ടുള്ളത്, എന്താണ് 10 cc per second. പക്ഷേ ഈ സമയം കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയാണ് ചെയ്യുന്നത് അല്ലെ, ഗ്യാസ് പോകുമ്പോൾ. അപ്പൊ നമുക്ക് -10 cc per second എന്ന് ഇവിടെ എഴുതുക. എന്നിട്ട് സോ യു ക്യാൻ ഫൈൻഡ് 10 ഈക്വൽ ടു ഇത് എഴുതുക, 10 ഈക്വൽ ടു 4 pi r square into dr by dt എന്ന് വരും. 4 pi r square into dr by dt. അപ്പൊ നമുക്ക് അതിന് എന്ത് കിട്ടാം, dr by dt ഈക്വൽ ടു -10/4 pi r square എന്ന് വന്നു. -10/4 pi r square 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -5/2 pi r square നമുക്ക് വരും. ഓക്കെ, ഇനി നമ്മൾക്ക് തന്നിട്ടുണ്ട് എന്താണ്, സർഫസ് ഏരിയയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഹൗ ഫാസ്റ്റ് സർഫസ് ഏരിയ ഷ്രിങ്കിങ് വെൻ ദ റേഡിയസ് ഈസ് 15 centimeters. അപ്പൊ ഇത് ഇത്രയും നമ്മുടെ യൂണിറ്റും കൂടെ നമുക്ക് എഴുതാം, സെന്റിമീറ്റർ പെർ സെക്കൻഡ് dr by dt ആയിരുന്നു അല്ലെ. ഇനി അപ്പൊ ds by dt കണ്ടുപിടിക്കണം.
അത് നമുക്കറിയാം. എസ് എന്താണ് നമുക്കറിയാം, ബലൂൺ ആയതുകൊണ്ട് എസ് എന്താണ്, സർഫസ് ഏരിയ എന്താണ്, സ്ഫിയർ ആവുമ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പൊ ds/dt എന്താണ്, സ്ഫിയറിന്റെ സർഫസ് ഏരിയ 4πr². ds/dt എന്ന് വെച്ചാൽ 4π × 2r dr/dt ആണ് വരിക. അതായത് 8πr × dr/dt. 8πr × dr/dt. നമുക്ക് 8πr × -5/2πr² എന്ന് വരും. അപ്പൊ എന്താ വരിക, -20/r r² വെട്ടിപ്പോകുമ്പോൾ 6 പൈ വെട്ടിപ്പോവും, ക്യാൻസൽ ആവും. അപ്പൊ -20/r cm²/s ആണ് വരിക അല്ലെ, ds/dt. സർഫസ് ഏരിയ ആകുമ്പോൾ cm²/s. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്, how fast is the surface area shrinking when the radius is 15 cm. റേഡിയസ് 15 cm ആവുമ്പോൾ സർഫസ് ഏരിയ ഷ്രിങ്ക് ചെയ്യേണ്ട റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം, when r = 15 cm ds/dt എങ്ങനെയാണ് വരിക, -20/15 cm²/s. -20/15 നമ്മൾ ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ വരിക, -4/3 cm²/s. ഇതാണ് ആൻസർ. Therefore, curved surface area of the balloon is shrinking at the rate of 4/3. അപ്പൊ നമുക്ക് എഴുതാം, therefore curved surface area of the നെഗറ്റീവ് ആയതുകൊണ്ട് of the balloon is shrinking. വീർക്കുകയാണെന്ന് വെച്ചാൽ പോസിറ്റീവ് അല്ലേ വരുള്ളൂ, ഷ്രിങ്കിങ് എന്നുകൊണ്ടാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഷ്രിങ്കിങ് at the rate of 4/3 cm²/s എന്ന് വരും. ഇതാണ് ആൻസർ. ഇനി ബാക്കി 2 പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ.